പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പുളിങ്ങോത്ത് നിന്നും കർണാടകത്തിലേക്ക് പണിതിട്ടിരിക്കുന്ന പുതിയ പാലം. അത് നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഇപ്പം നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം 5:35 അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ആ സൈഡിലെ റോഡ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ പുളിങ്ങോം കോഴിച്ചാൽ റോഡാണത്. വാഹനങ്ങൾ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആ പാലം. ഈ പാലം നിലവിൽ ഹോട്ട്സ്പോട്ട് ആണ്. അതായത് ലഹരി വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ചെറുപുഴ പഞ്ചായത്തിലെ ചില സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്യാനും പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നൊക്കെ അറിയുന്നു. അപ്പോൾ എന്തായാലും ആളുകൾ അവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ പുളിങ്ങോത്ത് നിന്നും കർണാടകത്തിലേക്ക് പണിതിട്ടിരിക്കുന്ന ഈ പാലം അത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാണ്. ശരിക്കും പറഞ്ഞാൽ 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, ഫോറസ്റ്റിലൂടെ 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കർണാടകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ തലക്കാവേരി അല്ലെങ്കിൽ വാഗമണ്ഡലമൊക്കെ പോകണമെങ്കിൽ പാണത്തൂർ വഴി 10-75 കിലോമീറ്റർ സഞ്ചരിച്ചാലേ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദൂരം കുറച്ച് മതി നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. തീർത്ഥാടനത്തിനും ടൂറിസത്തിനുമൊക്കെ കച്ചവടത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പാതയാണിത്. അപ്പോൾ അതെന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ഉപകാരപ്രദമാണ്. പക്ഷെ അതെന്തായാലും അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കർണാടകത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മറ്റൊരു കാഴ്ച കൂടെ കാണാനായിട്ട് സാധിച്ചു. ഇത് ഒരു പെരുമ്പാമ്പാണ്, ചെറിയ പെരുമ്പാമ്പാണ്. അണലിയാണെന്നാണ് ആദ്യം കരുതിയത്, പക്ഷേ പെരുമ്പാമ്പാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫൂട്ടേജ് കാണാം. പെരുമ്പാമ്പോ അണലിയാണ്. കുഞ്ഞല്ലേ അപ്പൊ അന്ന് ഇവിടെ ഉണ്ട് ഫോട്ടോ സുഖമായിട്ട് ഞാൻ ഇങ്ങോട്ടില്ല കേട്ടോ. ആനക്കുളൊന്നും ഉണ്ടാവില്ല എന്തായാലും. സംഭവം പോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നത്. എടോ ഇവിടുത്ത് നിങ്ങളുണ്ടോ ഏട്ടാ അങ്ങോട്ട്? കുറച്ചുണ്ടാ ഫോറസ്റ്റുകാരിപ്പം വരുമ്പോൾ അങ്ങനെ പെരുമ്പാമ്പിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡർ ഇങ്ങനെ പാലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.